അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടി വിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം. സന്തോഷകരമായ ഒരു പാർലമെൻറ്റാണ് സത്യം പറഞ്ഞാൽ വീട് എന്ന് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പാർലമെൻറ്റിൽ പലപ്പോഴും ദുഃഖങ്ങളും നിരാശകളും സങ്കടങ്ങളും മാത്രമായി പോകുന്നത്? ആ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ട സഹകരണവും സന്തോഷവും മാത്രം അവിടെ ഇല്ലാതെ ആയി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുടുംബത്തിൽ സ്നേഹമില്ലാതിരിക്കുവാൻ, കുടുംബത്തിൽ പരസ്പര സഹകരണമില്ലാതിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ദൃഢമായ ബന്ധം ഇന്നത്തെ കാലത്ത് ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മനഃശാസ്ത്ര രംഗത്തെ വിദഗ്ധന്മാരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് കുടുംബത്തിനകത്ത് ഭർത്താവും ഭാര്യയും മക്കളും ഒന്നിച്ചിരിക്കുന്ന ഒരു സമയമില്ല എന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ക്വാളിറ്റി ടൈം, ഫാമിലി ടൈം എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ടൈം എന്ന് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഇല്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളുകളും ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരന്മാരും ഒന്നിച്ചിരിക്കുന്ന ഒരു സമയമൊന്നും കുടുംബത്തിലില്ല. ഭാര്യയും ഭർത്താവിനും എടുത്തു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുന്ന ഒരു സമയമൊന്നും കുടുംബത്തിലില്ല. ഇന്നത്തെ ആധുനിക തലമുറയിലെ ഭാര്യമാർ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവർ പരാതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് രാത്രി 8:30 ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരും. ഒരു 8:30 സമയമാകുമ്പോഴേക്കും ഭർത്താവ് വീട്ടിലെത്തും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ മൊബൈൽ ഫോൺ എടുത്ത് കുറേ അങ്ങോട്ടും കുറേ ഇങ്ങോട്ടും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കളിച്ച് ഫേസ്ബുക്കും ട്വിറ്ററും വാട്സപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കളിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തീരുമാനിച്ചതിന് ശേഷമാണ് അയാൾ എന്നോട് സംസാരിക്കാൻ വരുന്നത്. ഇവിടെ ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് സ്നേഹബന്ധം വല്ലാതെ അകന്നു പോകുന്നു എന്നൊരു വൈരുദ്ധ്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുവാനും സഹകരണം പ്രകടിപ്പിക്കുവാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും വർദ്ധിച്ച ഒരു കാലത്താണ് സ്നേഹബന്ധങ്ങൾ അകന്നു പോകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്വാളിറ്റി ടൈം നമുക്ക് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഭർത്താക്കന്മാർ രാത്രി 8:30 മണിക്ക് വീട്ടിലെത്തിയ ഭർത്താവ് തൻ്റെ വാട്സപ്പിൽ വന്ന മുഴുവൻ മെസ്സേജുകളും നോക്കുകയും മുഴുവൻ റിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ ഗ്രൂപ്പിലും അദ്ദേഹം കമൻ്റ് അടിക്കുന്നു. അതിനുശേഷം അല്പസമയം കഴിഞ്ഞാൽ വാട്സപ്പ് തീരും. പിന്നെയും കുറേ സമയം ഫേസ്ബുക്കിൽ അങ്ങോട്ട് തോണ്ടി നാരായണത്ത് ഭ്രാന്തനെ പോലെ കുറേ അങ്ങോട്ടും കുറേ ഇങ്ങോട്ടും തോണ്ടിക്കളിച്ച് അതിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം. കാരണം അല്ലെങ്കിൽ ഇയാളെ മറ്റു പലരും കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫേസ്ബുക്കിൻ്റെ മുതലാളി സുക്കർബർഗ് ഇയാളെ വിളിച്ച് തെറി പറയും. കാരണം ഫേസ്ബുക്കിലുള്ള മുഴുവൻ വിഷയങ്ങളുടെയും പരിഹാരം ഇയാൾ തന്നെ കാണേണ്ടതുണ്ട്. മുഴുവൻ പോസ്റ്റുകൾക്കും കമൻ്റ് അടിച്ച് സ്റ്റാറ്റസുകളും ഷെയർ ചെയ്ത് വീഡിയോസും മുഴുവനും കമൻ്റ് അടിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞ് 11:30 മണി വരെ ഇയാൾ ഈ സോഷ്യൽ മീഡിയകളിൽ സമയം ചെലവഴിച്ച് അപ്പോഴത്തേക്കും പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. എന്നിട്ട് ഉറങ്ങിയതിൻ്റെ പേരിൽ ആ ഭാര്യയെ കുറ്റപ്പെടുത്തുക. ഇവിടെയാണ് ആധുനിക സമൂഹത്തിലെ ഭാര്യമാർ പരാതി പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ചെലവഴിക്കുന്നതിൻ്റെ ഒരു 25% സമയമെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സമയം കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു പരാതിയുമില്ലായിരുന്നുവെന്ന്. 3000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഒരു സുഹൃത്തുമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യുന്ന ഒരു സഹോദരൻ, പക്ഷേ 1 മീറ്റർ തൊട്ടടുത്ത് 2 അടി തൊട്ടടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് മുഖത്ത് നോക്കി സംസാരിക്കുവാൻ വേണ്ടി അയാൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ വളരെ വലിയൊരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭാര്യയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ, മക്കളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ മുഖത്ത് നോക്കി, കണ്ണിലേക്ക് നോക്കി സ്നേഹത്തോടുകൂടെ സംസാരിക്കുവാനും സമയം ചെലവഴിക്കുവാനും വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും സമയം കണ്ടെത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ടൈം നമുക്ക് വർദ്ധിക്കുന്നതിലൂടെയാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ ഉപ്പയും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമായ ആ ഒരു സ്നേഹവലയം ക്വാളിറ്റി ടൈമിലൂടെ രൂപപ്പെടുന്നതാണ്. ആ ഒരു സ്നേഹവലയത്തിലൂടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊരു കുടുംബത്തിൻ്റെ സ്നേഹപൂർവ്വമായ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന കൈൻഡ് ഓഫ് സെൻസ് ഓഫ് സ്ട്രെങ്ത് ഈ കുട്ടികൾക്കും ഉണ്ടാവുകയും അങ്ങനെ സ്നേഹത്തിലും സമൃദ്ധിയിലും സഹകരണത്തിലും അധിഷ്ഠിതമായ നല്ലൊരു കുടുംബം രൂപപ്പെടുകയും ചെയ്യും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീച്ച് TV. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.